F-35 ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. മഞ്ഞും വെയിലും മഴയും ഒക്കെ കൊണ്ട് അതങ്ങനെ കിടക്കുകയാണ്. ഒന്നും രണ്ടും പൈസയല്ല, 700 കോടിയാണ്. ഈ 700 കോടി ഇവിടെ കിടന്ന് നശിച്ച് ആക്രിക്ക് കൊടുക്കേണ്ടി വരുമോ, അതോ കെട്ടിവലിച്ച് ബ്രിട്ടൻ കൊണ്ടുപോകുമോ, അതോ പറത്തി തന്നെ കൊണ്ടുപോകും? എന്താണ് ഈ F-35 ബ്രിട്ടൻ കണ്ടിരിക്കുന്ന ഒരു തീരുമാനം? ആ വിമാനം പറത്തി തന്നെ കൊണ്ടുപോകാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ 14-ാം തീയതിയാണ് അത് വന്നത്. അപ്പോൾ ഈ 14 കൃത്യം 1 മാസമായി. അപ്പൊ പറയുന്നത് ശരിയാണല്ലേ, കേരളത്തിൽ വന്നാൽ ഒന്നിനും തിരിച്ചു പോകാൻ കഴിയില്ല. മറ്റൊരു രീതിയിലും പറയാമല്ലോ, ഇവിടെ എന്ത് വന്നാലും കട്ടപ്പുറത്താകുമെന്ന്, അങ്ങനെ പറയാമല്ലോ. അപ്പോ ഈ വിമാനം ഏതായാലും ഈ ലോകരാജ്യങ്ങൾക്ക്, ഈ വിമാനം ഉപയോഗിക്കുന്ന ലോകരാജ്യങ്ങൾക്ക് തന്നെ വലിയൊരു അപമാനമായി മാറിയിട്ടുണ്ട്. കാര്യം എത്ര വലിയ ഗുരുതരമായ പ്രശ്നം ഈ വിമാനത്തിനുണ്ടായി. പ്രധാനമായിട്ട് ഇത് ബ്രിട്ടന്റെ വിമാനമാണല്ലോ. ബ്രിട്ടനിലാണ് ഏറ്റവും വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. കാര്യം അവിടെ ഈ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ധനവിനിയോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ അഴിമതി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സംഘടന. അവർ ഈ കാര്യത്തിൽ അവരുടെ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. ഈ F-35 എന്ന് പറയുന്നത് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളുകയില്ലാത്തൊരു വിമാനമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കില്ല. ഇന്ത്യക്ക് വന്നിട്ടില്ല. ഭാഗ്യവശാൽ അത് ജസ്റ്റ് മിസ്സാണ്. വന്നേനെ. ട്രംപ് കഴിയുന്നിട്ട് പരമാവധി ശ്രമിച്ചു. അളിയെ കൊണ്ടുപോയിക്കോളെന്ന് മോദിനെ വിളിച്ച് പറഞ്ഞു പലവട്ടം. മോദി പറഞ്ഞില്ലേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. അല്ലായിരുന്നെങ്കിൽ അത് നമ്മുടെ തലയിൽ ഇരുന്നേ. ഏതായാലും ബ്രിട്ടനിൽ ഇപ്പൊ കാര്യങ്ങൾ അത്ര പന്തിയല്ല. കാര്യം അവിടുത്തെ ഒരു വാച്ച് ഡോഗ് എന്നാണ് അതിന് പറയുക. ടെക്നിക്കൽ ടൈം അതാണ്. ഈ അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ച് നിരീക്ഷിച്ച് ആരോപണം ഉന്നയിക്കുന്നവരെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുക. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് നടപടിയാവില്ല. കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നമുക്ക് സമയാസമയത്ത് നടക്കുന്നില്ല. സ്പെയർ പാർട്സുകൾ കൃത്യസമയത്ത് കിട്ടുന്നില്ല. ഇത് നന്നാക്കാനായിട്ട് എഫിഷ്യൻസി ഉള്ള സ്റ്റാഫിനെ കിട്ടുന്നില്ല. പിന്നെ ഇത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഈ ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വിമാനം നിർമ്മിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ വിമാനം കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് അവർക്ക് ഈ F-35 ഇനി കാര്യമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു ലൈൻ. അവർ 2016 48 F-35 വിമാനങ്ങൾ വാങ്ങാനാണ് പദ്ധതി ഇട്ടിരുന്നത്. അതിൽ ഏതാണ്ട് 38 ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അതായത് ഒരു 10 ഇതുവരെ വന്നിട്ടില്ല. 2016 തുടങ്ങിയതാണേ. 10 ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ 38 ഉള്ളതിൽ ഒരെണ്ണം 2021 നവംബറിൽ അപകടത്തിൽപ്പെട്ട് നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇത്രയും വലിയ മാടാകൂടിയായിട്ട് കൊണ്ടുവന്ന സാധനം ഇത്ര ചെറിയ കാലയളവിനുള്ളിൽ ഒരെണ്ണം തീരുമാനമായി. പിന്നെ ഈ പറയുന്ന F-35 ഒരു 27 കൂടി വാങ്ങാൻ ബ്രിട്ടന് പദ്ധതി ഉണ്ടായിരുന്നു. അതിൽ ഈ F-35 എന്ന് പറയുന്നത്, അതായത് സാധാരണ യുദ്ധവിമാനങ്ങളെ പോലെ ഒരു വ്യോമപാതയിൽ കൂടി പറന്നുയരുകയും ലാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സാധാരണഗതിയിലുള്ളൊരു F-35 ഒരു 12 പിന്നെ ഈ ഹെലികോപ്റ്ററിന് സമാനമായി ലാൻഡിങ് നേരെ വന്ന് താഴോട്ട് ലാൻഡ് ചെയ്യുന്ന ടൈപ്പ് F-35B, ഇപ്പം നമ്മുടെ ഇവിടെ വന്ന് കിടക്കുന്ന ആ ശ്രേണിയിൽപ്പെട്ട വിമാനം. അങ്ങനത്തെ ഒരു 15 കൂടി വാങ്ങാനായിട്ട് ബ്രിട്ടൻ, അങ്ങനെ മൊത്തം 27 കൂടി വാങ്ങാനായിട്ട് പദ്ധതി ഉണ്ടായിരുന്നു ബ്രിട്ടൻ. അതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവർ പുനരാലോചന നടത്തുന്ന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. തീർന്നില്ല. ഇതിനെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ചത് ആദ്യം അമേരിക്ക തന്നെയാണ്. അമേരിക്ക ഈ ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനി അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ അവർ ഈ പ്രതിരോധ മന്ത്രാലയം ഈ വിമാനങ്ങൾക്ക് ഓരോ മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് അവർ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടോ, അതായത് നമ്മൾ ഈ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ വിമാനങ്ങളുടെ പരീക്ഷണ പറക്കൽ, പരിശീലന പറക്കൽ എന്നൊക്കെ. അപ്പോൾ ഇത് ചുമ്മാ അങ്ങ് പറന്നു പോകുകയല്ല. ഒരു ചെക്ക് ലിസ്റ്റ് പോലെ സാധനം തയ്യാറാക്കി ഓരോന്നത് അച്ചീവ് ചെയ്യുന്നുണ്ടോ, ഇന്ന കാര്യങ്ങൾ ആ വിമാനം നേടുന്നുണ്ടോ എന്നുള്ളത് നോക്കും. അങ്ങനെ മാർക്കറ്റ് വന്നപ്പോൾ ഈ F-35 വിമാനത്തിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 51.5% മാത്രമാണ്. അവർ പ്രതീക്ഷിക്കുന്നത് 75 മുതൽ 80% വരെ. അപ്പോൾ ഒരു ശരാശരി വിമാനം മാത്രമാണ് ഈ F-35 എന്ന് അമേരിക്കയ്ക്ക് പിടികിട്ടി. പിന്നെ ഈ F-35 ഇതുവരെ ഒരു യുദ്ധമുന്നണിയിൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേൽ ഇറാനിലേക്ക് ചെന്നപ്പോൾ ഈ F-35 ഉപയോഗിച്ചു. അപ്പം തന്നെ ട്രംപിന് റെഡ് സിഗ്നൽ അടിച്ചു, ഇവൻ ആൾ ശരിയല്ല. കാര്യം ഇവൻ ചെന്ന് കഴിഞ്ഞാൽ, അതായത് യഥാർത്ഥ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഇവൻ സാധാരണ ഒരു വിമാനത്തിൻ്റെ അത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഇത്രയും കാശ് മുടക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ F-35 പുതിയ വാങ്ങലുകളൊക്കെ തൽക്കാലം ഒന്ന് പുനഃപരിശോധിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. അവിടെയും കൊണ്ടും തീർന്നില്ല. ജർമ്മനി, അവർക്ക് ഒരു 35 F-35 വിമാനങ്ങൾ ഇതിനോടൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അതവർ മര്യാദക്ക് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. മൊത്തം അവരെ ഒരു 85, അതായത്
ടൊർണാഡോ എന്ന് പറയുന്ന ഒരു പഴയ ശ്രേണിയിൽപ്പെട്ട ഒരു വിമാന വ്യൂഹം ഉണ്ട് അവർക്ക്. അതിൽ 85 വിമാനങ്ങളാണ്. അപ്പോൾ അത് പഴയതായതുകൊണ്ട് അത് മാറ്റിയിട്ട് പുതിയ ഈ F-35 പ്രതിഷ്ഠിക്കാനായിരുന്നു ജർമ്മനിയുടെ പദ്ധതി. അപ്പോൾ 85 എണ്ണത്തിൽ 35 വിമാനങ്ങൾ അവർക്ക് ഇതിനോടകം കിട്ടിയിട്ടുണ്ട്. ഒരു 50 എണ്ണം കൂടി ഇനി വേണമല്ലോ. തൽക്കാലം അതിപ്പോൾ വേണ്ട എന്നുള്ളതാണ് ജർമ്മനിയുടെ തീരുമാനം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വിമാനം തിരുവനന്തപുരത്ത് വന്ന് ലാൻഡ് ചെയ്തതോടുകൂടി 8ൻ്റെ പണി കിട്ടിയേക്കുന്നത് ഈ പറയുന്ന ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് തന്നെയാണ്. സ്വാഭാവികമാണ്, ഒരു മാസമായിട്ടൊരു വിമാനം ഇങ്ങനെ വന്ന് കിടക്കുന്നു. അതിൻ്റെ സമീപകാല ട്രാക്ക് റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ നിരവധി അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിമാനമാണ്. അതിസങ്കീർണമായ സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണി വളരെ ശ്രമകരമാണ്. അതിപ്പോൾ നമുക്ക് ബോധ്യമാണ്, നേരിട്ട് കണ്ട് ബോധ്യമായിപ്പോയി. ഒരു മാസമായിട്ട് ഇങ്ങനെ കട്ടപ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ F-35 എന്ന് പറയുന്ന ഈ മാടാകോടിയായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഈ 5ാം തലമുറ യുദ്ധവിമാനം അധികം മൈലേജ് ഇല്ലാത്തതാണ്. വലിയ ഇപ്പോൾ ഉപയോഗിച്ചിട്ടിരുന്ന രാജ്യങ്ങൾ പെട്ടുപോയി എന്ന് പറയും. ഇപ്പോൾ ജർമ്മനിയുടെ ഉദാഹരണം തന്നെ എടുക്കാം. അവർ ആ കരാർ, അതായത് 35 എണ്ണം കിട്ടിയ ആ ഒരു കരാർ പ്രകാരം ആ 35 വിമാനങ്ങൾ അവർ കമ്മീഷൻ ചെയ്യും എന്ന്, അതായത് സേനയുടെ ഭാഗമാക്കും. പക്ഷെ ഇനി അങ്ങോട്ടുള്ളത് വേണ്ട. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ F-35 ഇതോടെ വാങ്ങി വെച്ചവർ പെട്ടു. ഇനി അത് വാങ്ങാതിരിക്കാൻ അവർ ശ്രമിക്കും. ഇനി പുതിയ ഏതെങ്കിലും രാജ്യങ്ങൾ F-35 വാങ്ങിക്കളയാന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാകില്ല. ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിരോധ വിദഗ്ധരും കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഒരു കാരണവശാലും ഈ F-35 വിമാനങ്ങൾ വാങ്ങരുത്. അതിലും ഭേദം ചൈനയുടെ ഉണ്ട്, വേണമെങ്കിൽ ചൈനയുടെ വാങ്ങിക്കും. പക്ഷേ നമ്മളിപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് സുഖോയ് 57 എന്നും പറഞ്ഞ് റഷ്യയുടെ വിമാനമാണ്. അതെന്തുകൊണ്ടെന്നാൽ പാകിസ്ഥാൻ ചൈനയുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന 5ാം തലമുറ വിമാനം വാങ്ങാൻ അവർ ഈ ഡിസംബറോടുകൂടി അവർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അത് ആ 5ാം തലമുറ വിമാനങ്ങൾ നമ്മുടെ കൈവശമില്ലെങ്കിൽ അത് ഒരു ന്യൂനത തന്നെയാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ മിക്കവാറും നമ്മൾ റഷ്യയിൽ നിന്ന് ഈ 5ാം തലമുറ വിമാനങ്ങൾ വാങ്ങും. നമ്മൾ സ്വന്തമായിട്ടും ഈ 5ാം തലമുറ വിമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതൊരു 10 വർഷം കൂടി കാത്തിരിക്കണം. 2036 37 ആ സമയത്ത് അത് കിട്ടുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് വന്ന് ഈ മുതൽ ഒരു 1.5 മുതലാണെന്ന് നമ്മൾ കരുതി. പക്ഷേ ഈ എന്താ പറയുക, ഈ കെട്ടും മട്ടും മാത്രമേ ഉള്ളൂ. ഉള്ളു വെറും പൊള്ളയാണ് ആ വിമാനത്തിൻ്റെ. ഇനി ഇത് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുമോ? ഇതുവരെ നന്നാക്കാൻ 1 മാസത്തോളം ആയി. അല്ല, ഇത് വന്നപ്പോൾ ആദ്യം ഒരു പൈലറ്റ് കാവലിരുന്ന് ഓർക്കുന്നു. പൈലറ്റ് കാവലിരുന്നിട്ട് ഈ വിമാനം വന്ന വിമാനവാഹിനി കപ്പലിൻ്റെ അധികൃതരെ വിളിച്ചു വരുത്തി. അതായത് HMS പ്രിൻസ് ഓഫ് വെയിൽസ്. അതിൻ്റെ ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി, ഇത് നമ്മുടെ കൈക്ക് നിൽക്കില്ല. അവരെന്നിട്ട് അവരുടെ രാജ്യത്ത് നിന്ന് ഒരു 14 അംഗ സംഘം ഒരു വിമാനത്തിൽ വന്നിറങ്ങി. അത് നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഈ ബ്രിട്ടൻ്റെ എയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരായിരിക്കും. യഥാർത്ഥത്തിൽ ആ കമ്പനി ലോക്ഹീഡ് മാർട്ടിൻ്റെ എഞ്ചിനീയർമാരെ സഹിതം വിളിച്ചുകൊണ്ട് വന്നേക്കുക. ഈ കടിച്ചവനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കണമല്ലോ. അപ്പോൾ അവരിരുന്ന് പണിയുന്നുണ്ട്. എത്ര ദിവസം ആ പണി ഇനി നീണ്ടുപോകുമെന്ന് അറിയില്ല. ഏതായാലും പറത്തിക്കൊണ്ട് പോകാനാണ് അവരുടെ പദ്ധതി. നടക്കുമെന്നറിയില്ല. കാത്തിരുന്ന് കാണാം.